അണ്ണൻ വിഷമിച്ചിരിക്കുകയാണ്. നീ കാവലിരുന്ന അണ്ണന്റെ വിഷമം മാറുക. എന്തിനാണ് ഈ കുന്തം എല്ലാം കൂടെ അടച്ചുപൂട്ടി ഇട്ടിരിക്കണത്? നിങ്ങൾ വല്ലതും കഴിച്ചോ? രാവിലത്തെ കൊഴക്കട്ടുണ്ട്. ഞാൻ ഇത്തിരി കാപ്പിയിടാം. ചെല്ലടാ ചെല്ലേ. പണിക്കലൊരു ഏൽസ് വന്ന് അതും കിട്ടി നിന്നെ വിളിക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് വിചാരിച്ചു നിങ്ങൾ അവളെ കാണാൻ പോയെന്ന്. നിങ്ങളെ പേരന്തരാശിയായി, നാട്ടിലെ വിലയും പോയി. ആദ്യം പോയിന്ന് കുളിക്കാൻ നോക്ക്. ചെല്ല്. തെക്കുന്തറ ഷാപ്പി രാവിലത്തെ കള്ളു വന്ന് കാണും. പോയൊരു 3 ഉപ്പി അങ്ങ് പിടിപ്പിക്കുക. എന്തെങ്കിലും മനസ്സിൽ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇളിക്കുന്നവനെയൊക്കെ തല്ലിയര്. നാളെ ഒരുത്തനും നിങ്ങൾ കേട്ടോ കേൾക്കാതെയോ ഈ കഥ പറയാൻ തോന്നില്ല. അടിക്കുമ്പോൾ അമ്മാതിരി അടി അടിക്കണം. ചന്ദ്രയുടെ പുറത്ത് അമേരിക്കയുടെ വീട്ടിലോട്ടാ. ഇപ്പൊ നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ. പിന്നെ എന്തൊരു പേടിക്കാൻ അവർക്ക് തോന്നുന്ന ചെയ്യാല്ലേ. അവൻ വന്നിട്ടുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കിടക്കണവായി. ഞാൻ ഏറ്റടാ. കുറഞ്ഞതൊരു 6 മാസമെങ്കിലും. ഇന്നലെ ചിലരൊക്കെ എവിടെയോ സന്ദർശനത്തിന് പോയെന്നൊക്കെ കേട്ടല്ലോടാ. അളിയ, കുഞ്ഞമ്മേരെ മോളെ ചരട് കിട്ടാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇന്നലെ രാത്രി ഞാൻ എന്താ ഉണ്ടാക്കുമ്പോൾ നീ കണ്ടായിരുന്നല്ലോ. അത് ഞാൻ ആരോ പറയുന്നത് കേട്ടോ. ഇനി മേലെ ഏവനെങ്കിലും പറയുന്നിട്ട് എൻ്റെ അടുത്ത് നാവാടാൻ വന്ന തീർത്തു കളയുന്നായ ഞാൻ. എല്ലാവരോടും കൂടെ പറഞ്ഞ നിനക്ക് ചന്ദ്രിയുടെ വീട് അറിയാവിടെ? അറിയാവോന്ന്? പെട്ടെന്ന് പോയിട്ട് അവളോട് മുക്കിലോട്ട് വരാൻ പറ. പെട്ടെന്ന് വേണം.
നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആരടാ നീ? അനിയ, ഒരു നാട്ടിൽ തല്ലാൻ വരുമ്പോ തല്ലുന്ന ആരെങ്കിലും ശരിക്കൊന്ന് അന്വേഷിക്കണ്ടേ? കച്ചവടം പൊടി പിടിക്കും. എന്താ നടന്ന എല്ലാവർക്കും പറഞ്ഞോടേ. രാത്രി അണ്ണൻ വീട്ടിൽ വന്ന് കഥയിൽ മുട്ടി. ഞാൻ വാതിൽ പറഞ്ഞപ്പോ എന്നോടൊരു മുണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു കൊടുത്തു. ഒച്ചയും വെള്ളം കേട്ടപ്പോ ഞാൻ പറഞ്ഞാണ് പോണ്ടെന്ന്. അപ്പൊ കേട്ടില്ല. അപ്പൊ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. ഇത്രയേ ഉണ്ടായുള്ളൂ. എല്ലാവരും കേട്ടില്ല? നീയല്ലടേ കയ്യിൽ കണ്ടുപിടിച്ചത്? പകൽ എന്നെ കാണുമ്പോ മുഖം തിരിച്ച് നടന്നിട്ടേ രാത്രി വന്നെന്റെ കഥകിലും മുട്ടുന്ന കുറെ എരപ്പാളികളുണ്ട്. നിങ്ങളെപ്പോലല്ല. അണ്ണൻ ഇരുട്ടത്ത് വെട്ടത്ത് ഒരൊറ്റ മുഖമേ ഉള്ളൂ. കൊച്ചാരൻ എത്ര വീട്ടിൽ കയറാണ്ട്? ഒരു 10-15 കൂടി കയറാനുണ്ട്. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ വീട്ടിലും കയറണം. ചെല്ലുന്നിടത്തൊക്കെ ഇവിടെ കണ്ടതും കേട്ടും കൂടെ അങ്ങ് പറഞ്ഞു തരും. പറയും. അപ്പൊ നടന്നതൊക്കെ എല്ലാവരും കേട്ടില്ല? ഇനി ഇതറിയാതെ ഏവനെങ്കിലും എന്തെങ്കിലും തോന്നിവാസം എവിടെയെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞ അറിയാലോ അമ്മണിയുടെ ഗുണം. വീട്ടിൽ കയറി ഞാൻ അടിക്കും. എന്തൊക്കെയാലും പൊടിയാ.
നീ കാണിച്ചു വരുമ്പോൾ മൂഞ്ചി പരിപാടിയായി പോട്ടോ. നീ ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ വെറുതെ അവന് ആളുകളുടെ മുമ്പ് ഞെളിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ കണ്ണി കണ്ടവരെല്ലാം വായു വലിച്ചിട്ട് അടിച്ചെന്നാണ്. ആ കിളവൻ ചാനാരും ചെന്ന് കയറി കൊടുത്തു. അങ്ങേർക്കും കിട്ടി 3-4 മൂതു വളക്കാൻ. ആ കണ്ടവരുന്നു. ഇടേ ഞാനടേ ചൂട്ട നടത്താണോ ആദ്യം? നീ ഇത്ര നേരം അവിടെ കിടന്നറേ? എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ. കേട്ട് കേട്ട് മടുത്ത്. ഡേയ് നിന്റെ കുഞ്ഞമ്മേരെ മുമ്പ് പോയാ? കുഞ്ഞമ്മേരെ അല്ലടാ, ചിറ്റപ്പൻ്റെ. ചിറ്റപ്പൻ്റെ അണ്ടി അടികൊണ്ടങ്ങ് ആറ്റിങ്ങരുന്ന് അങ്ങേര് വരെ തുറിയെന്ന് കേട്ടത്. എടേ അവന്മാർ കരാട്ടക്കാരന്മാരാണ്ടേ. ഇങ്ങനെ ഒരു മാതിരി കാണാൻ മണയാന്നിട്ട് അടിച്ചാൽ അവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി കൂടുതലൊന്നും ആലോചിക്കില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ അമ്പിണിയാണെന്നെ പോയി ഒന്ന് കാണണം. പോയവന്റെ കാല് പിടിക്കാനാ? പിടിക്കണോ പിടിക്കണം, നമ്മളല്ലേ കുഴപ്പമുണ്ടാക്കിയത് അല്ലേ? പോയയുടെ നാറികളെ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടൂല. എനിക്കുണ്ടാ 2 മുഴം കയ്യൊരു ആത്മാവും. മാനം കെടാനാ ഞാൻ ഇല്ല. എന്നെ വാനപ്പം കൊമ്പത്തേറിയിരിക്കുകയാണ്. അയ്യോ അയ്യോ, യവന്മാരൊക്കെ പണ്ടേ കാല് വരികളാണ്. പിന്നെ അവന്മാരൊക്കെ ഒരു അവത്താൻ പറ്റി. ഒരു ഗതിയില്ലെങ്കിൽ എന്തൊരു വേണമെന്ന് എനിക്കറിയാം. ഗോപിയും പിള്ളേർ ഇവിടെ തന്നെ ഉണ്ട്. അണ്ണ അണ്ണ ഞാൻ പറഞ്ഞെങ്കിലും അണ്ണ ഇത്ര വെടിപ്പായിട്ട് ചെയ്യുമെന്ന് ഞാൻ നിരൂപിച്ചില്ല. ഒരു പണി ഏറ്റെടുത്ത വൃത്തിയായിട്ട് ചെയ്യണ്ടേ? എന്നിട്ടും ബാക്കി ഇടക്കല്ലേ? അത് അതിൻ്റെ ഇനത്തിനങ്ങ് നടന്നോളൂ. അകത്ത് വെട്ടം കാണാനില്ലല്ലോ. അവൻ കിടന്ന് കാണും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഞാൻ പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വരണം. ഈ ചെല്ലി നമ്മളോട് ചിരിച്ചു കളിച്ച് നടക്കുകയാണെങ്കിലും അവക്ക് നല്ല ദണ്ണമുണ്ട്. മനസ്സിൽ ദണ്ണം തട്ടിയാ വയറ്റിനകത്തും കൂടെ ആ കേട്. ആരാ വന്ന? അണ്ണനൊന്ന് കാണാൻ വന്നേണു. കണ്ടില്ലേ? പോയിക്കോ. അതല്ല, നീ മറ്റവൻ്റെ തൊട്ട് വല്ല തറവേലയായിട്ട് വന്നതാണോടി? അണ്ണ എന്നെ അടിക്കേ കൊല്ലേ എന്താന്ന് വെച്ചാൽ ചെയ്തോണ്ണ. എനിക്കിങ്ങനെ ഗതികെട്ട് ജീവിക്കാൻ വയ്യണ്ണ. എത്ര ദിവസമായെന്നറിയാമോ അണ്ണ മനസ്സമാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. നീ നിരക്കണ കണ്ടില്ലേ? ഒന്ന് അടിച്ചു വിടണ. ഒന്ന് പറഞ്ഞൂടെ ചേച്ചി? ഇന്ന് അഭ്യാസം ഇറക്കാതെ പോടേ. അണ്ണ ഒറ്റ അടി അണ്ണ, സമാനായിട്ട് പോയി കിടന്ന് ഉറങ്ങാം അണ്ണ. ഒന്ന് പറഞ്ഞൂടെ ചേച്ചി? ഞാൻ പറഞ്ഞില്ലടേ, വെട്ടത്തില് 4 പേര് കാണാം. ആഹാ, നല്ല വെട്ടമുണ്ടല്ലോ അണ്ണ. ഒരടി അണ്ണ. പിന്നെ ആള് കാണാനാണെങ്കിൽ ഗോപി ഇവിടെ കയറി വേടാ. പേടിക്കണ്ട, അണ്ണ ഒന്നും ചെയ്യില്ല. വാ. 5 പേരുണ്ടണ്ണ. ആറ്റിങ്ങോട് എൻ്റെ ചിറ്റപ്പൻ്റെ മോനും കൂട്ടുകാരും. അണ്ണനെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നേണ്. വരുത്തന്മാര് കണ്ടിട്ട് കാര്യമില്ലടേ, നാട്ടുകാർ. അണ്ണാ ഇപ്പം അങ്ങ് തീർക്കണ്ണ. ചേച്ചി അവൻ്റെ പേരെന്തര്? ഗോപി. അണ്ണാ ആളറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ഗോപിയും കൂട്ടിനും കൂട്ടി നീ ഇപ്പം അങ്ങ് പോ. എന്നിട്ട് നാളെ വാ. ഓ ഒറ്റയ്ക്ക്. ശരി അണ്ണാ, പോട്ടെ അണ്ണാ. ശരി ചേച്ചി. ഓ വാടാ. ഞാൻ ആണുങ്ങളെ പോലെ മുഖത്ത് പോയി കാര്യം പറഞ്ഞു. അങ്ങനെ കാര്യം മനസ്സിലായി. അവന്മാരെ പോലെ ഒളിച്ചിരിക്കേണ്ട വല്ല കാര്യം. ഒരു കാര്യമില്ലാടാ, അങ്ങനെ പാവടാ. കാണുങ്ങൾ ഇടപാട്